ഇസ്രായേൽ കരയാക്രമണത്തിൽ ചോരക്കളമായി ഗസ സിറ്റി. ഇന്ന് മാത്രം 89 പേരെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. ഗസയിൽ ആസൂത്രിത വംശഹത്യയാണ് നടക്കുന്നതെന്ന് UN അന്വേഷണ സംഘം കണ്ടെത്തി. ഏറ്റവും വ്യാപകമായിട്ടുള്ള ആക്രമണ പരമ്പരകളിലൂടെയാണ് ഇപ്പോൾ ഗസ സിറ്റി കടന്നു പോകുന്നത്. കാരണം ഇന്നലെ രാത്രിയോടുകൂടിയാണ് കരയാക്രമണത്തിന്റെ സുപ്രധാന ഘട്ടം ആരംഭിച്ചതായിട്ട് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കിയത്. തുടർന്നാണ് വ്യാപകമായിട്ടുള്ള വ്യോമ, നാവിക, അതോടൊപ്പം തന്നെ കരയാക്രമണം, ഈ 3 തലങ്ങളിലുള്ള ആക്രമണമാണ് അതിഭയാനകമായിട്ടുള്ള രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷങ്ങളാണ് ഇന്നലെ രാത്രിയും ഇന്നുമായിട്ട് മാത്രം ഗസ സിറ്റിയിൽ നിന്ന് സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടം പോലും ഇല്ലാത്ത വിധത്തിൽ അന്യമായ സ്ഥലങ്ങൾ, ദിക്കുകൾ തേടിക്കൊണ്ട് ജനങ്ങളുടെ വലിയ തോതിലുള്ള പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിലവിലുള്ള ആക്രമണം കൂടുതൽ ഭീതിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഗസയെ പൂർണ്ണമായിട്ടും അഗ്നിക്കിരയാക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പിന്നിട്ട് 2 ദിവസമായിട്ട് ഇസ്രായേലിൽ തന്നെ ഉണ്ടായിരുന്നു. അമേരിക്കയുടെ പൂർണ്ണ അറിവോടുകൂടി, ആശീർവാദത്തോടു കൂടിയാണ് ഏറ്റവും ക്രൂരമായിട്ടുള്ള ഈ നരമേധം തുടരുന്നത്. ഇതിന്റെ തുടർ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്ന് നിരൂപിക്കുക പോലും എളുപ്പമല്ല എന്നാണ് UN ഉദ്യോഗസ്ഥർ, പ്രധാനമായിട്ടും UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് വളരെ വ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്കാണ് ഇപ്പോൾ ഗസ സിറ്റി നടന്നു നീങ്ങുന്നത്. കാരണം അത്രയും തീവ്രമായിട്ടുള്ള ആക്രമണ പരമ്പരകൾ തുടരുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് ഇപ്പോൾ 89 പേരാണ് ഈ പിന്നിട്ട ഇന്നത്തെ ഒരു പകൽ മാത്രം കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ നിരവധി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ആക്രമണം കുറെ കൂടി കടുപ്പിക്കുക എന്നതിനർത്ഥം ലക്ഷക്കണക്കിന് മനുഷ്യർ ഇപ്പോൾ പോലും ഗസ സിറ്റിയിലുണ്ട്. അവരെ പൂർണ്ണമായിട്ട് കൊന്നൊടുക്കുക എന്ന വളരെ കൃത്യമായിട്ടുള്ള സൈനിക രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം നെതന്യാഹുവുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ഇതിന്റെ ഇപ്പോൾ നടക്കുന്ന ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങളും അതോടൊപ്പം തന്നെ സാധ്യതകളും നെതന്യാഹുവിനെ ധരിപ്പിച്ചതായിട്ട് ഇസ്രായേൽ പ്രതിരോധ വക്താവ് അല്പം മുമ്പ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ്, ആക്രമണ പരമ്പരകളിലൂടെയാണ് ഗസ കടന്നു പോകുന്നത്. ഇവിടെ മറ്റൊരു കാര്യം, ഇപ്പം പടിഞ്ഞാറ് ഭാഗത്ത്, ഗസ സിറ്റിയുടെ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ ആണ് ഇവർ ടെന്റ് കെട്ടിയൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത്. ആ ഭാഗം കൂടി ഇത്തരത്തിൽ കരയാക്രമണത്തിലൂടെ നശിപ്പിക്കുന്നു. ഈ മനുഷ്യരെല്ലാവരും എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനിയും അവിടെ ബാക്കിയാവുന്നവർ, അതായത് ഒഴിഞ്ഞു പോകാത്ത മനുഷ്യരുടെ ഇനിയുള്ള സ്ഥിതി എന്താണ് എന്നതും ആശങ്കപ്പെടുത്തുന്നതാണ്. അവർക്ക് ആവശ്യമായ ഭക്ഷണം, വെള്ളം, മരുന്ന് ഇതൊന്നും ലഭ്യമാക്കാത്ത സാഹചര്യത്തിലേക്ക്, ഇല്ലെങ്കിൽ അതിലേക്ക്, ആ ക്രൂരതയിലേക്ക് കൂടി കടക്കുകയല്ലേ കാര്യങ്ങൾ? തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്നൊക്കെ ഗസയിൽ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ വളരെ ഹൃദയഭേദകം തന്നെയാണ്. കാരണം പ്രായമുള്ള മുതിർന്ന മനുഷ്യർ പോലും കിലോമീറ്ററുകളോളം പിന്നെ നടന്ന് ഒരു സുരക്ഷിതമായിട്ടുള്ള ഇടം തേടുന്ന ദൈന്യപൂർവമായിട്ടുള്ള കാഴ്ചകൾ, ദൃശ്യങ്ങൾ ആണിപ്പോൾ ഗസ സിറ്റിയിൽ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കാരണം വാഹനം ലഭിക്കാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് സ്ത്രീകളും വൃദ്ധരുമൊക്കെ ലോകത്തിന്റെ നടുക്കുന്ന കാഴ്ചകളായിട്ട് ഇന്നിപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം, ഭക്ഷണം, അതോടൊപ്പം തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായിട്ട് നിഷേധിക്കാനുള്ള നീക്കം നേരത്തെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. പക്ഷേ പിന്നിട്ട് 24 മണിക്കൂറായി അതിനുള്ള വളരെ കൃത്യമായിട്ടുള്ള, ആസൂത്രിതമായിട്ടുള്ള നീക്കം തന്നെയാണ് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ടെന്റുകളും വൻകിട ബഹുനില കെട്ടിടങ്ങളും പൂർണ്ണമായിട്ട് തരിപ്പണമാക്കുന്ന, ബോംബിട്ട് തകർക്കുന്ന ദൃശ്യങ്ങളായിരുന്നു പിന്നിട്ട് ദിവസങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെയാണ് താൽക്കാലികമായിട്ടുള്ള ടെന്റുകൾ പൂർണ്ണമായിട്ട് അഗ്നിക്കരയാക്കുക, ബോംബിട്ട് തകർക്കുക. അതോടൊപ്പം തന്നെ UN-ന്റെ അഭയാർത്ഥി സ്കൂളുകൾക്ക് നേരെ വ്യാപകമായിട്ടുള്ള ആക്രമണം നടത്തുക. അതായത് ജനങ്ങളെ പൂർണ്ണമായിട്ടും ഗസ ഒരു നിലക്കും ഒരു മനുഷ്യർക്ക് വാസയോഗ്യമല്ല എന്ന് വരുത്തി തീർക്കുക. ആ അർത്ഥത്തിൽ നിരാശരായിട്ടുള്ള ഈ മനുഷ്യരെ തെക്കൻ ഗസയിലെ മവാസി ക്യാമ്പുകളിലേക്ക്, ആ പ്രദേശത്തേക്കാണ് ഇപ്പോൾ ആട്ടിത്തെളിയിക്കുന്നത്. കാരണം വളരെ ചുരുങ്ങിയ പേർക്ക് മാത്രം തങ്ങാൻ പറ്റുന്ന ആ പ്രദേശത്ത് ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഒത്തുചേർന്നിരിക്കുന്നത്. ഇപ്പോൾ പോലും ഈ ആക്രമണം നിരന്തരമായി തുടരുന്നത് കൊണ്ട് ഭീതി കാരണം ജീവൻ നിലനിർത്താനുള്ള ഒരു ഓട്ടം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പല ഘട്ടങ്ങളിലും
ഇതേപോലുള്ള നഖബകൾക്ക് ഈ പ്രയാണങ്ങൾക്ക് ഫലസ്തീനികൾ സാക്ഷികളായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ പരിഷ്കൃത യുഗത്തിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു തീവ്രമായിട്ടുള്ള ഒരു ലക്ഷ്യം പോലും ഇല്ലാത്ത ഒരു യാത്ര കൂടിയാണ് ഇപ്പോൾ ഈ ഫലസ്തീൻ സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 57 അറബ് മുസ്ലിം രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണയും ഒക്കെ ഫലസ്തീനികൾക്ക് കഴിഞ്ഞ ദിവസം ഖത്തറിൽ ലഭിച്ചുവെങ്കിൽ പോലും ഈ നരമേധം തുടരുന്ന ഒരു ഘട്ടത്തിൽ അതിനെ നിയന്ത്രിക്കാനോ അതിനെ പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ നെതന്യാഹുവിനെയും സൈനിക നേതൃത്വത്തെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ അന്താരാഷ്ട്ര വേദികൾക്ക് മാത്രമല്ല ഈ കൂട്ടായ്മകൾക്കൊന്നും സാധിക്കാത്ത ഏറ്റവും നിർലജ്ജമായിട്ടുള്ള ഒരുപക്ഷെ സമീപകാലത്തൊന്നും മനുഷ്യരാശി കാണാത്ത വിധത്തിലുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് ഇപ്പോൾ ഗസ സിറ്റിയിലെ ഈ മനുഷ്യർ ഈ ഫലസ്തീൻ സമൂഹം ഇപ്പോൾ നടന്നു നീങ്ങുന്നത്. മാത്രമല്ല ഇപ്പം നമുക്കറിയാം യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നു, ഒപ്പം തന്നെ മാനുഷിക പ്രതിസന്ധി അത് വഷളാകുന്നു. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ലോകരാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ വരുന്നത്? ഇസ്രയേലിനകത്ത് ഏതു തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ജെറൂസലമിലെ നെതന്യാഹുവിന്റെ വസതിക്ക് മുമ്പിൽ 10,000-കണക്കിന് ആളുകൾ തടിച്ചുകൂടി എത്രയും പെട്ടെന്ന് ഒരു കരാർ വേണം, യുദ്ധം അവസാനിപ്പിക്കണം. കാരണം ഇതിന്റെ ഏറ്റവും വലിയ വിലയൊടുക്കാൻ പോകുന്നത് ബന്ദികളായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഏതാണ്ട് 48ഓളം ബന്ദികൾ, അതിൽ 20-ലധികം പേർ ജീവനോടെ ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബാക്കിയുള്ളവരുടെ മൃതദേഹം ഇത് ലഭ്യമാകരുത് എന്ന കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നെതന്യാഹു ഈ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം ഗസ സിറ്റിയിലെ ങ്ങളിലാണ് ഇപ്പോൾ ഈ ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഇസ്രായേലിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ ആക്രമണം കൃത്യമായി തന്നെ അവരെ കൂടി ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരിക്കും. അവർ കൊല്ലപ്പെടുമെന്ന കാര്യം ഉറപ്പായതോടുകൂടിയാണ് ബന്ദികളുടെ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ തുടർന്നിരുന്നു. ഇന്നിപ്പോ ഈ രാവിലെ നടക്കുന്ന ഏറ്റവും 10,000-കണക്കിന് ആളുകളാണ് ജെറൂസലമിലെ നെതന്യാഹുവിന്റെ വസതിക്ക് മുമ്പിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. അവർ എത്രയും പെട്ടെന്ന് ഒരു കരാറിലേക്ക് എത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ സമ്മർദ്ദങ്ങൾ ഇപ്പൊ യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായിട്ടുള്ള പ്രതികരണം വന്നിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ ആക്രമണം അവസാനിപ്പിക്കണം, ഇത് മനുഷ്യരാശിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ് എന്ന അർത്ഥത്തിലുള്ള പ്രതികരണം യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്ന് വരുന്നു. അറബ് മുസ്ലിം രാജ്യങ്ങളുടെ പ്രമേയങ്ങൾ വരുന്നു. പക്ഷേ ഇതൊക്കെയും അവഗണിച്ചുകൊണ്ട് തന്നെ തങ്ങൾ തന്റേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇസ്രായേലിന്റെ സുരക്ഷ എന്നൊരൊറ്റ ലക്ഷ്യം മാത്രം ഉരുവിട്ടുകൊണ്ടുള്ള ഒരു ഏറ്റവും ക്രൂരമായിട്ടുള്ള നരമേധമാണ് ഇപ്പോൾ ഈ രാവിലും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ആഭ്യന്തര സമ്മർദ്ദങ്ങളോ അന്തർദേശീയ സമ്മർദ്ദങ്ങളോ തന്നെ ഒരു നിലയ്ക്കും പിന്തിരിപ്പിക്കുകയില്ല എന്ന ഒരു ധാർഷ്ട്യം കലർന്ന സമീപനത്തിലൂടെ തന്നെയാണ് നെതന്യാഹുവും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം സൈന്യവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, എം സി എ, നന്ദി വിവരങ്ങൾ.